എന്നും ഇടിയപ്പവും അപ്പമൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഒരു മസാല പത്തിരി ആയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം. അതിനുള്ള മാവാണ് ഞാനിവിടെ ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കേണ്ടതുണ്ട്. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പോളം നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 സ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തിളയ്ക്കാനായിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിപ്പൊടി, അതായത് അരിച്ചെടുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സിമ്മിൽ ഫ്ലെയിം ഇട്ടതിന് ശേഷം ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാവാക്കി എടുക്കാം. നമ്മളെന്നും സാധാരണ രീതിയിലുള്ള പത്തിരിയും അപ്പമൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പം ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കോട്ടെ. ഇത് മാവൊക്കെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി സിമ്മിലിട്ടിട്ട് ഒരല്പസമയം കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്യാം. നാളികേരത്തിൻ്റെയും ഉള്ളിയുടെയും പെരുംജീരകത്തിൻ്റെയൊക്കെ ഈ വെള്ളത്തിൽ തിളപ്പിച്ച മാവിൽ ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാവ് നല്ലവണ്ണം ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പ് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പിലേക്ക് നമ്മുടെ ഈ മാവ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മയപ്പെടുത്തി എടുത്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കാം. നല്ല മാവ് മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുത്ത് ഇട്ട് കൊടുക്കണം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കൈ മുക്കി വേണം നമുക്ക് ഈ മാവൊന്ന് മയപ്പെടുത്തി എടുക്കാനായിട്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൈ ഇതാവാതിരിക്കാനും മാവ് നല്ല സോഫ്റ്റായി കിട്ടാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കൂട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്ക് ബോൾസാക്കിയ മാവ് നമുക്കൊരു തട്ടത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ഉരുട്ടി നമുക്ക് ബോൾസാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ളതാണോ പത്തിരി വേണ്ടത് ആ രീതിയിൽ ആ വലിപ്പത്തിലാക്കി കണക്കാക്കി ബോൾസ് ഉരുട്ടിയെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ ചെയ്യുകയാണെങ്കിലും മാവ് വെടിച്ച് പോകാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബോൾസൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. മുഴുവൻ മാവും ബോൾസായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വയ്ക്കാം.
ഈ പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കല്ല് വെച്ച് ചൂടാക്കാൻ കൊടുക്കാം. ഒരു ചപ്പാത്തി പ്രസ്സിൽ ഇതുപോലൊരു ഷീറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നമ്മുടെ മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ പത്തിരി പരത്തിയെടുക്കുന്നത്. ഈ ഒരു കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി മറച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി പ്രസ് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിലും നല്ല അത്യാവശ്യം കട്ടിയിലുമൊക്കെ നമ്മുടെ പത്തിരി കിട്ടും. ഇനി നമുക്കിത് ചൂടായ കല്ലിൽ ഇട്ട് കൊടുക്കാം. ചൂടായ കല്ലിലേക്ക് നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കാസറോളിലോട്ട് ചൂടോടെ തന്നെ മാറ്റാം. ഇത് രണ്ട് സൈഡും മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കാസറോളിലേക്ക് ഇതിട്ട് കൊടുക്കാം. അടുത്ത പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. ഇങ്ങനെ എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ പത്തിരി മുഴുവൻ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. കാസറോളിൽ നല്ല ആവി പറക്കുന്ന നല്ല രീതിയിലുള്ള പത്തിരി, ഇതേ സോഫ്റ്റ് പത്തിരിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.